ഹലോ, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൻ്റെ എങ്ങനെ ന്യൂമറിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഫിസിക്സ് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കർവ് ഫിറ്റിംഗ്, ഡി സ്ക്വയർ അപ്രോക്സിമേഷൻ, അതിൽ സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റിംഗ് ആണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. നമ്മളതിൻ്റെ ഒരു സെറ്റ് ഓഫ് ഡാറ്റയ്ക്ക് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കി, അതിൻ്റെ പ്രോഗ്രാം എഴുതി അത് റൺ ചെയ്തു വന്നു. ഇനി നമുക്ക് അടുത്തത്, നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മൾ ഈ എഴുതിയത്, ഈ ഡാറ്റ എന്ന് പറയുന്നത് എക്സ് കറസ്പോണ്ട്സ് ടു വോൾട്ടേജ് and y the current in an Ohm's law experiment. Ohm's law experiment നമുക്കറിയാം, x and y are linearly ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എക്സ് വേഴ്സസ് വൈ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു, സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഫിറ്റ് ചെയ്തു. അതിൻ്റെ ബെസ്റ്റ് ഫിറ്റ് സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിച്ചു. അതിൻ്റെ m is equal to 1.98 and 0.096 c എന്ന് നമുക്ക് ഇന്നലെ കിട്ടി. അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ പുതിയ മറ്റൊരു പ്രോബ്ലം ആയിട്ട് നോക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡാറ്റയിൽ നമുക്കറിയാം വോൾട്ടേജിൻ്റെ വാല്യൂ 1, 2, 4, 5, 6, 8, 9. അതിൽ 3യുടെ വാല്യൂ എടുത്തിട്ടില്ല. വോൾട്ടേജിൻ്റെ വാല്യൂ 3യുടെ വാല്യൂ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ 7ൻ്റെ വാല്യൂ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഈ ഡാറ്റയിൽ നമുക്ക് സപ്പോസ് we have to find out what is the value of current for 3 volts. അത് നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഇത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് അറിയാം. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റ് ചെയ്ത mx + c എന്നുള്ളതിൽ എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് 7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വൈ വാല്യൂ കണ്ടുപിടിക്കാം. അത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, അത് നമുക്ക് ഓംസ് ലോ എക്സ്പെരിമെന്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഗ്രാഫ് കിട്ടുക നമുക്ക് അറിയുന്നുണ്ട്. എന്നാൽ അതല്ല, ഈ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ റിലേഷൻ എന്നുള്ളത് നമുക്ക് അനലിറ്റിക്കൽ ഫോം അറിയില്ലെങ്കിൽ, അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് ഇന്റർപോളേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കാം. ഇന്റർപോളേഷൻ ഇതിലും ഉപയോഗിക്കാം, അൺനോൺ ആയിട്ടുള്ള റിലേഷനിലുള്ള എക്സ് ആൻഡ് വൈ ഉള്ള ഡാറ്റയുടെ സെറ്റിലും നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റ എക്സ് ആൻഡ് വൈയുടെ തന്നിട്ട് അതിൽ ഉൾപ്പെടാത്ത, എന്നാൽ എക്സിന്റെ റേഞ്ചിന്റെ ലോവസ്റ്റ് വാല്യൂന്റെയും ഹയസ്റ്റ് വാല്യൂന്റെയും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു അൺനോൺ എക്സ് വാല്യൂയുടെ, വൈയുടെ വാല്യൂ അറിയാത്ത വാല്യൂവിന് ഉള്ള എക്സിന്റെ വൈ കണ്ടുപിടിക്കുക. ആ മെത്തേഡിനെയാണ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. ഈ എക്സിന്റെ റേഞ്ചിന്റെ പുറത്ത്, ഔട്ട്സൈഡ് ദ റേഞ്ച്, ലെസ് ദാൻ ദി ലോവസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ഇൻ ദ ഡാറ്റ and higher than the highest data of x, അതിൻ്റെ അവിടെ രണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ, ഈ റേഞ്ചിന്റെ പുറത്തുള്ള വാല്യൂവിനുള്ള എക്സ് വാല്യൂവിന് വൈ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് എക്സ്ട്രാപോളേഷൻ എന്നാണ് പറയാം. അതിനും നമുക്ക് ഫോർമുല ഉണ്ട്, ഇന്റർപോളേഷൻ ആൻഡ് എക്സ്ട്രാപോളേഷൻ. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞുള്ള ഓപ്പറേറ്റർ ഉണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്താണ് difference table? Finite difference operator. A finite difference operator delta h corresponds to a difference h in x is defined as delta h of f of x equal to f of x plus h minus f of x. അതായത് x1ന്റെ വാല്യൂന്ന് x1ന്റെ വാല്യൂന്ന് x0ന്റെ വാല്യൂ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു അടുത്ത ടേബിൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദിസ് ഫോം ഓഫ് ഫൈനൈറ്റ് ഡിഫറൻസ് ഈസ് നോൺ ആസ് ഫോർവേഡ് ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ ഇങ്ങനെയും ഒരു ഫംഗ്ഷൻ, അതായത് ലാസ്റ്റ് വാല്യൂവിൽ നിന്ന് ലാസ്റ്റ് എക്സ് വാല്യൂന്ന് അതിന്റെ തൊട്ട് മുമ്പുള്ള വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന, ടേബിളിന്റെ തുടക്കത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളതിനെ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയും. ബാക്കിൽ നിന്ന് ഹയസ്റ്റ് വാല്യൂന്ന് ലോവസ്റ്റ് വാല്യൂവിലേക്ക് വരുമ്പോഴുള്ള ആ ഡിഫറൻസിനെ നമുക്ക് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയും.
അപ്പോൾ ഫോർ നമുക്ക് ഒരു x0 y0 x1 y1 x2 y2 xn yn ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. n നമ്പർ ഓഫ് ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലെ ഡെൽറ്റ y0 എന്ന് പറയുന്നത് y1 മൈനസ് y0, ഡെൽറ്റ y1 എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1, ഡെൽറ്റ y2 എന്നാണ് y3 മൈനസ് y2 ആൻഡ് സോ ഓൺ. സിമിലർലി ഡെൽറ്റ സ്ക്വയർ y0 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഡിഫറൻസിന്റെ അതിന്റെ ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0 എന്ന് വെച്ചാൽ y2 മൈനസ് y1 മൈനസ് y1 മൈനസ് y0 ഇസ് ഈക്വൽ ടു y2 മൈനസ് 2y1 പ്ലസ് y0. ഇതാണ് ഡെൽറ്റ സ്ക്വയർ y1 അല്ല y0. ഡെൽറ്റ സ്ക്വയർ y1 എന്ന് പറഞ്ഞാൽ സിമിലർലി നെക്സ്റ്റ് സ്റ്റെപ്പ് y3 y2ന്റെ സ്ഥാനത്ത് y3 ആക്കുക, y1ന്റെ സ്ഥാനത്ത് y2 ആക്കി കഴിഞ്ഞാൽ y0ന്റെ സ്ഥാനത്ത് y1 ആക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഡെൽറ്റ സ്ക്വയർ. ഡെൽറ്റ ക്യൂബ് എന്ന് പറയുന്നത് വീണ്ടും അത് പിന്നെ അതിന്റെ ഡെൽറ്റ സ്ക്വയർ y1 മൈനസ് ഡെൽറ്റ സ്ക്വയർ y0. ഇതിന്റെ സ്ഥാനത്ത് 3യുടെ സ്ഥാനത്ത് 4, 2ന്റെ സ്ഥാനത്ത് 1, 3 ആൻഡ് 1ന്റെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഡെൽറ്റ ക്യൂബ് y1. Delta is called the first forward difference operator. Delta square is the second forward difference operator, and delta 3 is the third forward difference operator, and so on. നമുക്ക് ഇതിൽ അതിന്റെ ഒരു ഡിഫറൻസ് ഓപ്പറേറ്ററിന്റെ ടേബിൾ വരച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ഇന്റർപോളേഷൻ ഫോർമുലയിലേക്ക് പോവുക. അപ്പൊ നമുക്ക് സപ്പോസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ഇതാണ്. എക്സ് ആൻഡ് വൈ, എക്സിനെ ടാബുലേറ്റ് ചെയ്തിരിക്കുക, എക്സ് ആൻഡ് വൈ ടാബുലേറ്റ് ചെയ്തിരിക്കുന്നു, എക്സ് വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ. നമ്മൾ ഇതിന്റെ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള പോലെ എക്സിനെ വൈനെ ആദ്യം എഴുതി, ഇങ്ങനെ കോളം വൈസ് എഴുതി, എക്സ് വൈ. ഡെൽറ്റ 1 എന്ന് പറയുന്നത് ഇതിന്റെ y1 മൈനസ് y0, ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്നത് ഇവിടെ എഴുതാം, അതാണ് ഡെൽറ്റ y1. അടുത്ത ഇത് മൈനസ് ചെയ്തത് ഇവിടെ എഴുതിയാൽ അടുത്തതായി ഇവിടുന്ന് ഇത് മൈനസ് ചെയ്ത ഇവിടെ, ഇത് മൈനസ് ചെയ്ത ഇവിടെ. അപ്പൊ ലാസ്റ്റ് കോളം ഇത് ബ്ലാങ്ക് ആവും. ഇനി അടുത്ത സെക്കൻഡ് ലെവൽ ഡെൽറ്റ സ്ക്വയർ y0 എന്ന് പറയുന്നത് ഇത് മൈനസ് ചെയ്താൽ ഇവിടെ എഴുതുന്നത്, ഇത് മൈനസ് ചെയ്താൽ ഡെൽറ്റ സ്ക്വയർ y1, ഇത് എഴുതിയ ഡെൽറ്റ സ്ക്വയർ. അടുത്ത ലാസ്റ്റ് രണ്ടെണ്ണം ബ്ലാങ്ക്. ഡെൽറ്റ ക്യൂബ് എന്ന് പറയുന്നത് ഇത് സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം, ഇത് മൈനസ് ചെയ്ത് ഇവിടെ എഴുതാം, ഇത് മൈനസ് ചെയ്ത് ഇവിടെ എഴുതാം. ഡെൽറ്റ 4 എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ചെയ്ത് ഇവിടെ എഴുതാം, അടുത്തതില്ല. അപ്പൊ ഇവിടെ വരെയുള്ളത് ഇത്രേ ഈ ടേബിളിലുള്ളത് 4 ഡാറ്റയ്ക്ക് ഡെൽറ്റ റൈസ് ടു 4 വരെ ഉള്ളത് കിട്ടും. 4 ഡാറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഡെൽറ്റ റൈസ് ടു 4 വരെയുള്ള ടേബിൾ നമുക്ക് എഴുതാൻ പറ്റും. ഇനി എന്നിന്റെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അത് കൂട്ടി ഡെൽറ്റ റൈസ് ടു അത് കൂട്ടി പോവാം. അപ്പൊ ഇതിനെയാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ എന്ന് പറയുന്നത്. ഇതിന് പകരം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതി വരികയാണെങ്കിൽ ഇതിന്റെ വാല്യൂ ഇത് എഴുതിയിട്ട് ഇവിടെ മൈനസ് എഴുതാം, ഇത് മൈനസ് ചെയ്ത് ഇവിടെ എഴുതാം, ഇത് മൈനസ് ചെയ്ത് ഇവിടെ എഴുതാം, അങ്ങനെ എഴുതി പോകുന്നതിനെ ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ എന്ന് പറയും. ഇവിടുന്ന് ഫോർവേഡ് എഴുതുന്നതിന് പകരം ബാക്ക്വേർഡ്. അപ്പൊ ഈ ഭാഗങ്ങൾ ബ്ലാങ്ക് ആയി പോകും, ഇവിടെ ഈ ഭാഗങ്ങളാണ് ബ്ലാങ്ക് ആയിട്ടുള്ളത്. അപ്പൊ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ഉണ്ട്, ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ. അപ്പൊ ഇന്റർപോളേഷനിലെ ഈ ഡാറ്റയുടെ ആദ്യത്തെ പകുതിക്കുള്ളിൽ വരുന്ന വാല്യൂ, അതായത് 0.25 ഇതിന്റെ മിഡിൽ വാല്യൂ പറഞ്ഞാൽ 0.27 ആണ്. അപ്പൊ 0.25 മുതൽ 0.27 വരെയുള്ള വാല്യൂകളിൽ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ്. രണ്ട് ഫോർമുലയും ഉപയോഗിക്കാൻ പറ്റും, രണ്ട് ഇന്റർപോളേഷൻ മെത്തേഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുലയാണ് മോർ ആക്യുറേറ്റ്. ലാസ്റ്റ് ഹാഫില് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ആയിരിക്കും മോർ ആക്യുറേറ്റ്. നമുക്ക് പഠിക്കാനുള്ളത് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി ഈ ഡിഫറൻസ് ടേബിൾ വെച്ചിട്ടാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്താണെന്ന് നോക്കാൻ പോകണം. അപ്പൊ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല കൺസിഡർ സെറ്റ് ഓഫ് ഡാറ്റ, നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ ഇൻ വിച്ച് x1 x2 x3 അപ് ടു xn ആർ ഈക്വലി സ്പേസ്ഡ്. എന്ന് വെച്ചാൽ x1 മൈനസ് x0 ഇസ് ഈക്വൽ ടു h, x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു h. ഇതിൽ കാണുന്ന പോലെ 25, 26, 27, 28, 29 ഇതിന്റെ ഒക്കെ ഡിഫറൻസ് ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ, ഇനി ഇതിൽ ഈ ഈക്വലി സ്പേസ്ഡ് അല്ലാത്ത ഡാറ്റ ആണെങ്കിൽ അതിന് വേറെ ഇക്വേഷൻ ഉണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഇത് ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഉള്ള ഒരു സെറ്റ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ.
Let us assume that y of an nth degree polynomial such that y is equal to yn of x for all tabulated values. അപ്പോൾ ഒരു പോളിനോമിയൽ ഇതിലത്തെ ടാബുലേറ്റഡ് ആയിട്ടുള്ള ഓരോ വാല്യൂവിനെയും ഈ ഓരോ പോളിനോമിയൽ കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും എന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് nth ഡിഗ്രി പോളിനോമിയൽ ഈസ് ഓഫ് ദ ഫോം. നമുക്ക് nth ഡിഗ്രി പോളിനോമിയലിന് ഈ രൂപത്തിലാണ് എന്നും അസ്യൂം ചെയ്താൽ ഇതിന്റെ വാല്യൂസ് കമ്പയർ ചെയ്തിട്ട് a0, a1, a2, a3, a4 ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ദിസ് വിൽ റെപ്രസെന്റ് ദ ഡാറ്റ, ഹോൾ ഡാറ്റ. അപ്പോൾ yn of x equal to a0 is a constant, നമുക്ക് കണ്ടുപിടിക്കണം. പ്ലസ് a1 into x minus x0, ഇത് എക്സിന്റെ ഫസ്റ്റ് ഓർഡർ ഡിഗ്രിയിലുള്ള പോളിനോമിയലിന്റെ ടേം ആണ്. a2 into x minus x0 into x minus x1, ഇത് എക്സ് സ്ക്വയറുടെ ടേം വരും. a3 into x minus x0 into x minus x1 into x minus x2, ഇത് തേർഡ് ടേം റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര ഡാറ്റ സെറ്റ് ഉണ്ടോ അത്രയും പോയിന്റുകൾ നമുക്ക് എഴുതാൻ പറ്റും. 4 സെറ്റ് ആണെങ്കിൽ 4 സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് 4 വരെ എഴുതാം, a4 വരെ എഴുതാൻ പറ്റും. സിൻസ് ദ പോയിന്റ്സ് x1, x2, x3 ആർ ഈക്വിഡിസ്റ്റന്റ്, എല്ലാം ഈക്വലി സ്പേസ്ഡ് ആയതുകൊണ്ട് x1 is equal to x0 plus h, x2 is equal to x1 plus h equal to x0 plus 2h അങ്ങനെ എഴുതാം. Then x1 minus x0 is equal to h, x2 minus x0 is equal to 2h, x3 minus x0 is equal to 3h. ഇതിലൊക്കെ ഏതുണ്ട് x1 minus x0 equal to x minus x0 equal to നോക്കാം. Now y0 is equal to yn of x0. y0 എന്ന് പറയുന്നത് yn of x0 ആണ്. ഫ്രം ഇക്വേഷൻ 1 നമുക്ക് എന്ത് എഴുതാം? x equal to x0 കൊടുക്കുകയാണെങ്കിൽ ഇതിൽ x minus x0, ഈ ഇക്വേഷനിൽ x equal to x0 കൊടുക്കുകയാണെങ്കിൽ ഇത് 0 ആയി, ഇത് 0 ആയി, ഇത് 0 ആയി, അങ്ങനെ എല്ലാ ടേംസും 0 ആവും. അവസാനം yn-ന്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ y0 of x equal to a0 എന്ന് കിട്ടും. അപ്പോൾ y0 is equal to a0. ഇക്വേഷൻ നമുക്ക് ആദ്യത്തെ a0ന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത സെക്കൻഡ് സെറ്റില് y1 is equal to yn of x1, അതിൽ x equal to x1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ x equal to x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? x equal to x1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ x equal to x1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് x1 ആയി മാറും, x equal to x1 ആയി മാറും, ഇത് x equal to x1 ആയി മാറും. അപ്പോൾ ഇവിടെ a0 പ്ലസ് a1 ഇൻറ്റു x1 മൈനസ് x0 എന്ന് പറഞ്ഞാൽ h. അപ്പൊ a1 ഇൻറ്റു h പ്ലസ് a2 ഇൻറ്റു h ഇൻറ്റു x മൈനസ് x1 എന്ന് പറഞ്ഞാൽ x1 മൈനസ് x0 0 ആയി മാറും. അപ്പൊ ഈ ടേം 0, ഈ ടേം 0, അടുത്ത ടേം എല്ലാം 0 നമുക്ക് കിട്ടുക ഈ രണ്ട് ടേംസ് മാത്രമായിരിക്കും. അപ്പോൾ y1 ഓഫ് x ഈക്വൽ ടു അല്ലെങ്കിൽ y1 ഇസ് ഈക്വൽ ടു ഇതിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച y0 പ്ലസ് a1 ഇൻറ്റു h എന്ന് എഴുതാം. അപ്പൊ a1 നമുക്ക് അതിന് കിട്ടും. a1 അതിന് സോൾവ് ചെയ്യാം. a1 is equal to y1 minus y0 by h is equal to ഇത് y1 minus y0 എന്താ നമ്മൾ നേരത്തെ ഡിഫറൻസ് ഓപ്പറേറ്ററിൽ നമ്മൾ ടേബിൾ എഴുതി പറഞ്ഞു, അത് ഡെൽറ്റ y0 ആണ്. അപ്പൊ ഡെൽറ്റ y0 by h. അപ്പൊ നമുക്ക് a0 കിട്ടി, a0 കിട്ടി, a1 കിട്ടി. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടുത്ത ഡാറ്റ പോയിന്റിലെത്തും x equal to 2. അപ്പൊ എന്താ ആദ്യത്തെ 3 ടേം കഴിഞ്ഞ് ബാക്കിയൊക്കെ 0 ആയി മാറും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് അടുത്ത ഡെൽറ്റ a2 is equal to ഇതേപോലെ ഡെൽറ്റ സ്ക്വയർ y0 by 2 ഫാക്ടോറിയൽ h സ്ക്വയർ എന്ന് കിട്ടും. a3 is equal to ഡെൽറ്റ ക്യൂബ് by y0 by 3 ഫാക്ടോറിയൽ h ക്യൂബ്. അങ്ങനെ ഈ a1, a0, a1, a2, a3 എല്ലാ കോൺസ്റ്റൻസിന്റെയും വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം y is equal to y0 into x minus x, അതിലൂടെ a0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഡെൽറ്റ y0 into x minus x0 by h. അടുത്ത നമ്മൾ ഡെൽറ്റ സ്ക്വയർ a2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, x minus x0 into x minus x1 into delta square y0 by 2 factorial h square. അടുത്ത a3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് x minus x0, x minus x1 into x minus x2 into a3 delta cube by 3 factorial into h cube. അങ്ങനെ എല്ലാ ടേംസും എഴുതി.
ഇനി നമുക്ക് x equal to x0 by h is equal to p എന്ന് എടുക്കുകയാണെങ്കിൽ x minus x0 by h is equal to p. ഇതിനെ p എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ എന്ത് എഴുതാൻ പറ്റും? y of x is equal to y0, അടുത്ത ടേം y0. സെക്കൻഡ് ടേം ഇത് p into delta y0. ഇത് p into p minus 1 by 2 factorial h square അതിൽ പോകും. അപ്പോൾ p into p minus 1 by 2 factorial delta square y0. ഇനി അങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ p into p minus 1 into p minus 2 into delta cube y0 by 3 factorial and etc. ഇത് നമുക്ക് ഇതേ പാറ്റേണിൽ എഴുതി പോകാൻ ബാക്കി. This formula is referred to as Newton's forward interpolation formula. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ഈ ഡാറ്റയിൽ വൈയുടെ വാല്യൂ ഫോർ കറസ്പോണ്ടിങ് ടു എനി എക്സ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അത് എക്സ് വാല്യൂ എന്താണ്? എക്സ് മൈനസ് x0 by h ആണ് p. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. കൺസ്ട്രക്ട് എ ഡിഫറൻസ് ടേബിൾ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് y കറസ്പോണ്ടിങ് ടു x is equal to 0.16. അതായത് ഇത് ഡിഫറൻസ് ടേബിൾ, ഇതിന്റെ ഡിഫറൻസ് ടേബിൾ വരച്ച് ന്യൂട്ടൺസ് എഴുതി ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ച് 0.16 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇതില് നമുക്ക് ഡാറ്റ നോക്കാം. ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 0.1, 0.2, 0.3, 0.4 അതായത് ഈക്വലി ഡിസ്റ്റന്റ് ആണ്. x1 minus x0 അതിന്റെ ഡിഫറൻസ് ഇസ് h is equal to 0.1 ആണ്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ട x 0.1നും 0.2നും ഇടയ്ക്കുള്ള വാല്യൂവിന്റെ 0.16ന്റെ വാല്യൂ y വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് നമ്മൾ ആദ്യം ഡിഫറൻസ് ടേബിൾ വരയ്ക്കുകയാണ്. ഇതാണ് x equal to 0.1, 0.2, 0.3, 0.4 വൈയുടെ വാല്യൂ എഴുതി. അടുത്ത ഡെൽറ്റ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1.020 നിന്ന് 1.005 മൈനസ് ചെയ്ത് അതിവിടെ ഫസ്റ്റ് എഴുതി. ഇതിൽ നിന്ന് 1.045 നിന്ന് 1.020 മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ 0.025 ഇവിടെ എഴുതി. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ഇവിടെ എഴുതി. ഇത് ഡെൽറ്റ ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ. ഇനി സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ടുള്ള ഇവിടെ എഴുതി, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ടുള്ള ഇത് ഇവിടെ എഴുതി, അടുത്തത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് ഇവിടെ എഴുതി. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഡിഫറൻസ് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ഇതിൽ നിന്ന് നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ച് x equal to 0.16 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ h is equal to 0.1 നമ്മൾ നേരത്തെ പറഞ്ഞു. p എന്ന് പറയുന്നത് എന്തായിരിക്കും? p is equal to x minus x0 by h is equal to p യുടെ xന്റെ വാല്യൂ നമുക്ക് തന്നിട്ട് 0.16. 0.16 minus 0.1 divided by h is equal to 0.1. അപ്പോൾ നമുക്ക് അത് 0.6 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുലയിൽ നമ്മുടെ y0ന്റെ വാല്യൂ y0 ഇത് yയുടെ 0 വാല്യൂ ഇതാണ് 1.005 പ്ലസ് p is equal to നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു 0.6 ഇൻറ്റു delta y0 this one 0.015 plus 0.6 p into p minus 1 0.6 into 0.6 minus 1 into delta square y0 is 0.010 divided by 2 factorial equal to 2 and so അടുത്ത ടേം എഴുതാം. അപ്പോൾ ഇവിടെ നമുക്കൊരു പാറ്റേൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വാല്യൂ ഫസ്റ്റ് വാല്യൂസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ടേബിളിലെ ഫസ്റ്റ് വാല്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതിൽ ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നു ചേരും. ഇതിന്റെ ബാക്കിയുള്ളവരുടെ എഫക്റ്റ് ഒക്കെ ഇതിൽ വരും. അപ്പോൾ നമ്മൾ ഡെൽറ്റ y0 ഡെൽറ്റ സ്ക്വയർ y0 ഡെൽറ്റ ക്യൂബ് y0 അങ്ങനെയുള്ള ആ ഫസ്റ്റ് ടേബിളിലെ ഫസ്റ്റ് വാല്യൂസ് മാത്രമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 1.012856 എന്ന് കിട്ടും. ഇതിന് പൈത്തൺ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം നമ്മൾ ഇതിന് എഴുതാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യുക? എക്സ് ഡാറ്റയെ എക്സിന്റെ എക്സ് വാല്യൂവിനെ ഒരു ലിസ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അത് നമ്മൾ ഇൻപുട്ട് എക്സിനെയും വൈനെയും ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് അതിന്റെ എക്സ് ഡാറ്റയിൽ നമ്മൾ അപ്പൻഡ് എന്നുള്ള ഇത് ഉപയോഗിച്ചിട്ട് ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്ത് ചേർക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ എക്സ് ഡാറ്റ ഒരു നൾ ലിസ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. വൈ ഡാറ്റ ഇസ് എ നൾ ലിസ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. n is equal to input enter number of sets എത്രയാണെന്നുള്ളത് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് 4ആണ്. n is equal to int n 4ആണ് നമ്മുടെ ഈ n. ഫോർ i ഈ കേസിൽ
അപ്പോൾ നമ്മൾ ഇത് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആയിട്ട് എഴുതാം. അതിൽ എന്നിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുക നമ്മൾ ഡാറ്റയ്ക്ക് അനുസരിച്ച്. ഫോർ ഐ ഈസ് ഈക്വൽ ടു ഐ ഇൻ റേഞ്ച് 0 to n. അപ്പോൾ അതിലെന്താ ഇതാണ് ഈ ബ്ലോക്ക് മുഴുവൻ ഐ ഈസ് ഈക്വൽ ടു 1 അല്ല ഐ ഈസ് ഈക്വൽ ടു 0 1 2 അപ് ടു n-1 വാല്യൂ വരെ എടുത്തിട്ട് ഈ ഇത് മുഴുവൻ ചെയ്യും. എന്നുവെച്ചാൽ ഐ ഈസ് ഈക്വൽ ടു n-1. നമ്മുടെ കേസിൽ 4 ഡാറ്റയാണുള്ളത്. ഈ കേസിൽ 0 1 2 3 അങ്ങനെ 4 സെറ്റ് ഓഫ് ഡാറ്റ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന ഈ ബ്ലോക്കിൽ എന്ത് ചെയ്യുന്നു? പ്രിന്റ് എൻ്റർ എക്സ് xi is equal to എന്ന് എൻ്റർ ചെയ്യും. അതിൽ xi-നെ ഇൻപുട്ട് ആയിട്ട് എടുക്കും. xi is equal to ഇൻപുട്ട്, അതിനെ ഫ്ലോട്ട് ആയിട്ട് മാറ്റും. xi-യുടെ ഇൻപുട്ട് എടുത്തു, അതിനെ ഫ്ലോട്ട് ആയിട്ട് മാറ്റും. അടുത്തത് പ്രിന്റ് എൻ്റർ yi എന്ന് എഴുതും, എൻ്റർ ചെയ്യും. yi is equal to ഫ്ലോട്ട് ഇൻപുട്ട് ആയിട്ട് എടുക്കും. എന്നിട്ട് അതിനെ ഫ്ലോട്ട് ആയിട്ട് മാറ്റി, ഇൻപുട്ടിനെ ഫ്ലോട്ട് ആക്കി മാറ്റിക്കൊണ്ട് yi എടുത്തു. പിന്നെ എന്ത് ചെയ്തു? എക്സ് ഡാറ്റ എന്നുള്ള നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള നൾ ലിസ്റ്റിലേക്ക് ഇതിനെ ഓരോ പ്രാവശ്യവും xi അപ്പൻഡ് ചെയ്ത് പോകും. അപ്പോൾ എക്സ് ഡാറ്റ ഈസ് ഈക്വൽ ടു അപ്പൻഡ്, വൈ ഡാറ്റ ഈസ് ഈക്വൽ ടു അപ്പൻഡ് yi. അപ്പോൾ നമുക്ക് ഈ ബ്ലോക്ക് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എക്സ് ഡാറ്റയും വൈ ഡാറ്റയും നമ്മുടെ ഒരു ലിസ്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് പോയിന്റിലാണ് ഇന്റർപോളേഷൻ നടത്തേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ഇൻപുട്ട് ആയിട്ട് കിട്ടണം. എക്സ് ഈക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട്, എൻ്റർ എക്സ് ഇൻപുട്ട് ഫോർ എക്സ് പോയിന്റ് ഫോർ ഇന്റർപോളേഷൻ, അത് എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നു. പിന്നെ നമ്മൾ എച്ച് കാൽക്കുലേറ്റ്, എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഡാറ്റ, അത് x1 മൈനസ് x0 എന്നുള്ളത് എച്ച് കണ്ടുപിടിക്കും, അതിനെ ഫ്ലോട്ട് ആയിട്ട് മാറ്റി. ഇനി നമ്മൾ വേണ്ടത് പിയുടെ വാല്യൂ, നമ്മളിവിടെ എക്സിന്റെ വാല്യൂ നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട്, അത് വെച്ചിട്ട് പിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എക്സ് മൈനസ് x0 ബൈ എച്ച് ആണ് അത്. എക്സ് മൈനസ് എക്സ് ഡാറ്റ ഓഫ് 0 ബൈ എച്ച് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡാറ്റ ടേബിളിന്റെ അടുത്ത കോളംസ്, ഓരോ കോളംസ് ഓരോ ലിസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എക്സ് ഡാറ്റ കിട്ടിയ ആദ്യത്തെ ലിസ്റ്റ് ഇത് ആദ്യത്തെ ലിസ്റ്റ്, ഇത് രണ്ടാമത്തെ ലിസ്റ്റ്, ഇത് മൂന്നാമത്തെ ലിസ്റ്റ്, നാലാമത്തെ ലിസ്റ്റ്, അഞ്ചാമത്തെ ലിസ്റ്റ്, അങ്ങനെ പോകും. അപ്പൊ ഇതിനെ D1 എന്ന് ഈ ലിസ്റ്റിന്റെ നെയിം ചെയ്യും. ഇത് D2, ഇത് D3. ഇതിലൊക്കെ നമുക്ക് വേണ്ടത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ എലമെന്റ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ഈ ഫസ്റ്റ് എലമെന്റ്സ് മാത്രം. അപ്പൊ ഇതിനെ വൈ ഡാറ്റ എന്ന് പേര് കൊടുത്തു. ഇതിന് D1, D2, D3. അതിലൊക്കെ ഫസ്റ്റ് ഡാറ്റ എന്ന് വെച്ചാൽ 0th എലമെന്റ്, അതിന്റെ ഇൻഡെക്സ് ഈക്വൽ ടു 0 വരുന്ന എലമെന്റ്സ് മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ അടുത്തതായിട്ട് ചെയ്യാൻ പോണതാണ് D1 ഒരു നൾ ലിസ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. D2, D3 ആൻഡ് D4, D5. നമുക്ക് എത്ര ഡാറ്റ സെറ്റ് ഉണ്ടോ അത്രയും എഴുതാം. ഇതിലിപ്പോൾ നമുക്ക് ഇപ്പൊ കറണ്ട് ഇത് തന്നിട്ടുള്ളതിൽ 4 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് D5 ആവശ്യമില്ല, അല്ലെങ്കിൽ D4 ആവശ്യം വരില്ല, 3 വരുള്ളൂ. ഫോർ ഐ ഇൻ റേഞ്ച് 0 to n-1. അടുത്ത സ്റ്റെപ്പിൽ ഇത് വരാം. എന്താണ് n-1 കൊടുക്കാൻ കാരണം നമുക്ക് D1-ൽ വൈ ഡാറ്റയേക്കാൾ ഒരെണ്ണം കുറവേ ഉണ്ടാവുള്ളൂ. ഡിഫറൻസ് എടുത്ത് വരുമ്പോൾ അവസാനത്തെ ഒന്ന് ബ്ലാങ്ക് ആവും. അപ്പൊ നമുക്ക് n-1 0 to n-1 ഡാറ്റയെ വരുള്ളൂ. D1 ഡോട്ട് അപ്പൻഡ് വൈ ഡാറ്റ ഓഫ് i+1 മൈനസ് വൈ ഡാറ്റ ഓഫ് i. ഐയുടെ വാല്യൂ 0 എടുത്തു. 0 എടുക്കുമ്പോൾ ഇത് y1 മൈനസ് y0 ആദ്യത്തത്, അത് D1-ൽ സ്റ്റോർ ചെയ്തു. അടുത്തത് i is equal to 2 എടുക്കുമ്പോൾ ഇത് y ഡാറ്റ y3 മൈനസ് y2, അത് നമ്മൾ രണ്ടാമത്തെ ഡാറ്റ ആയിട്ട് ഇതിൽ സ്റ്റോർ ചെയ്തു. അങ്ങനെ ആദ്യത്തെ ഇത് ഈ D1 എന്ന പിന്നെ ഫസ്റ്റ് ഡിഫറൻസ് കോളം നമ്മൾ ഇവിടെ കിട്ടി. അടുത്തത് സെക്കൻഡ് കോളം ഉണ്ടാക്കാണ്. ഫോർ ഐ ഇൻ റേഞ്ച് 0 to n-2. ഇതിനേക്കാൾ ഒരെണ്ണം കുറവ്. അടുത്തത് ഇതിനേക്കാൾ ഒരെണ്ണം കുറവ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ 0 to n-2. D2 ഡോട്ട് അപ്പൻഡ് ഇവിടെ കിട്ടിയ ആദ്യത്തേൽ കിട്ടിയ D1 ഓഫ് i+1 മൈനസ് D1 ഓഫ് i, അത് രണ്ടാമത്തെ സെറ്റിൽ ഇത് n-2 വരെയുള്ള ഡാറ്റ ആയിരുന്നു. അടുത്തത് ഇതിനേക്കാൾ ഒരെണ്ണം കുറവ്, ഐ ഇൻ റേഞ്ച് 0 to n-3 D3 ഡോട്ട് അപ്പൻഡ് D2 ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ എഴുതാം. D4 ഡോട്ട് അപ്പൻഡ്, D5 ഡോട്ട് അപ്പൻഡ്, അങ്ങനെ എഴുതി പോവാം. ഇനി നമ്മൾ ഇതിലത്തെ നമ്മുടെ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുലയിലെ ഓരോ ടേംസ് കണ്ടുപിടിക്കാൻ. അപ്പൊ അതില് C1 is equal to P എന്നെടുത്തു,
C2 is equal to C1 into P1 minus 1 by 2, P minus 1 by 2. C3 is equal to C2 into P minus 2 by 3. അങ്ങനെ എഴുതി. നമുക്ക് y is equal to എന്താണ് y0, നമ്മൾ ഇക്വേഷൻ ഇതാണ് y0 പ്ലസ് C1 ഇൻറ്റു D1, അതായത് C1 എന്ന് പറയുന്നത് P ഇൻറ്റു y1 മൈനസ് y0 ബൈ, അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ അതിവിടെ എഴുതി. അടുത്ത ഇക്വേഷൻ C2 ഇൻറ്റു D2 ഓഫ് C2 എന്ന് പറഞ്ഞാൽ C1 ഇൻറ്റു, അതായത് P ഇൻറ്റു P മൈനസ് 1 ബൈ 2 ഇൻറ്റു ഡെൽറ്റ y0. അടുത്തത് ഇത് സിമിലർ പാറ്റേണിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതിന്റെ ഇതേ പാറ്റേണിൽ നമുക്ക് അടുത്ത ടേംസ് ഒക്കെ ആഡ് ചെയ്ത് പോകാൻ വേണമെങ്കിൽ, ആൻഡ് പ്രിന്റ് ദ വാല്യൂ ഓഫ് എക്സ് അറ്റ് വാല്യൂ ഓഫ് വൈ അറ്റ് എക്സ് ഈക്വൽ ടു നമ്മുടെ എക്സ് വാല്യൂ, അത് നമുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ട് എഴുതാം. നോട്ട് ദിസ് പ്രോഗ്രാം ഈസ് ഫോർ 4 data sets. If more number of data sets are there, more steps can be added and incorporate extra data sets. ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാം നമുക്കൊന്ന് എഴുതി റൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഇതാണ് ഞാൻ ഈ ഡാറ്റനെ പിന്നെ ഈ പ്രോഗ്രാമിനെ എൻ്റർ ചെയ്തതാണ്. അപ്പൊ എക്സ് ഈക്വൽ ടു എക്സ് ഡാറ്റ ഇസ് ഈക്വൽ ടു നൾ സെറ്റ്, വൈ ഡാറ്റ നൾ സെറ്റ്, എൻ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് നമ്പർ ഓഫ് ഡാറ്റ സെറ്റ്സ് ഫോർ ഐ ഇൻ റേഞ്ച്. ഇത് ആദ്യത്തെ എക്സ് ഐ വൈ ഐ, എക്സ് ഐ എടുത്തു വൈ ഐ എടുത്തു, അതിനെ എക്സ് ഡാറ്റയിൽ അപ്പൻഡ് ചെയ്തു. എക്സ് ഡാറ്റ നൾ സെറ്റ് ഡിഫൈൻ ചെയ്തതിലേക്ക് അപ്പൻഡ് ചെയ്ത് ചേർത്തു. ഫുൾ ഡാറ്റ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി എക്സ് ഇസ് ഈക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട്, നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ എഴുതിയുള്ള ഇൻപുട്ട് എൻ്റർ വാല്യൂ ഫോർ ഇന്റർപോളേഷൻ, എക്സ് വാല്യൂ ഫോർ ഇന്റർപോളേഷൻ അത് എടുത്തു. എച്ച് കണ്ടുപിടിച്ചു, എച്ച് ഇസ് ഈക്വൽ ടു എക്സ് വൺ മൈനസ് എക്സ് സീറോ, അതിനെ ഫ്ലോട്ട് ആക്കി മാറ്റി. പി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സീറോ ബൈ എച്ച് ആണ്, എക്സ് സീറോ ബൈ എച്ച്, എക്സ് മൈനസ് എക്സ് ഡാറ്റ ഓഫ് സീറോ ബൈ എച്ച് അത് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന്റെ വാല്യൂ എത്രയാണ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D1 D2 D3 D4 D5 ഇത് നൾ സെറ്റുകൾ ഡിഫൈൻ ചെയ്തു. ഇത് കോളം ഫോർ ഫസ്റ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ, സെക്കൻഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ, തേർഡ് ഡിഫറൻസ്, ഫോർത്ത് ഡിഫറൻസ്, ഫിഫ്ത്ത് ഡിഫറൻസ്, അങ്ങനെ 5 സെറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ 4 സെറ്റ് ഓഫ് ഡാറ്റ ഉള്ളത് 3 ആവശ്യം വരുള്ളൂ. ഇനി അത് കംപ്ലീറ്റ് ചെയ്യാണ്. വൈ ഡാറ്റ ഓഫ് ഐ പ്ലസ് 1 മൈനസ് വൈ ഡാറ്റ എഴുതിയത്. D2 അപ്പൻഡ്, D3 D4 D5 ഞാൻ ഇപ്പൊ തൽക്കാലം കളഞ്ഞിട്ട്, കാരണം നമുക്ക് 4 സെറ്റ് ഓഫ് ഡാറ്റ ഉള്ളത് അത് നമ്മൾ ചെയ്യാൻ പോണത്. അതുകൊണ്ട് അതിന് C1 C2 C3 C4 C5 നമുക്ക് എത്ര ഡാറ്റ സെറ്റ് ഉണ്ടോ അത്രയും നമുക്ക് എഴുതാം. അപ്പൊ ഇതിനെ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്ന് നോക്കാം. എൻ്റർ നമ്പർ ഓഫ് സെറ്റ്സ് 4, എൻ്റർ നമ്പർ ഓഫ് എൻ്റർ എക്സ് വാല്യൂ, നമ്മള് ഇതില് എക്സ് വാല്യൂ വൈ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. എക്സ് വാല്യൂ നമുക്ക് ഓർക്കാം 0.1 0.2 0.3 0.4, വൈ വാല്യൂ 1.005 1.02 1.045 ആൻഡ് 1.081. അത് നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ എൻ്റർ എക്സ് വാല്യൂ x value is equal to 0.1 0.1, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ 1.005, പിന്നെ അടുത്ത വാല്യൂ 0.2, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1.02, പിന്നെ 0.3 തേർഡ് വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1.045, അടുത്ത 0.4, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1.081. ഇത് എൻ്റർ ചെയ്യുമ്പോൾ ഇന്റർപോളേഷൻ കാണാൻ പറഞ്ഞത് 0.16ന് ഇന്റർപോളേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് h is equal to 0.1 എന്ന് കിട്ടി, p is equal to 0.6 എന്ന് കിട്ടി. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.012 നമ്മൾ നേരത്തെ ചെയ്തതാണ്. 1.012856 ആയിരുന്നു നമുക്ക് കിട്ടിയത്. ആ വാല്യൂ ഇവിടെയും കിട്ടുന്നില്ല. അപ്പൊ ഈ പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഇപ്പൊ ഈ 4 സെറ്റുകൾ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എത്ര നമ്പർ ഓഫ് സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിലും അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ആണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതുപോലെ പിന്നെ ഏത് അൺനോൺ വാല്യൂസിന്റെയും ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉണ്ട്, ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉണ്ട്. അതുപോലെ സെൻട്രൽ ഡിഫറൻസ് ടേബിൾ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ പല ഇക്വേഷൻസ് ഉണ്ട്.
നമുക്ക് ആവശ്യമുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ സിലബസിൽ വരുന്നത് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ന്യൂമറിക്കൽ ഡിഫറൻസിയേഷൻ, ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻ്റെ നോട്ടിലെ 8ാമത്തെ പേജ് വരെയുള്ളതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ.